ചാലക്കുടിയിലെ ഒരു നർത്തകൻ കാക്കയെ പോലെ കറുത്തവനാണ്. അയാളെ കണ്ടാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല. സുന്ദരികളായ സ്ത്രീകൾ മാത്രമേ മോഹിനിയാട്ടം കളിക്കാൻ പാടുള്ളൂ. വർണ്ണവെറി നിറഞ്ഞ ഈ വാചകങ്ങൾ അമ്പരപ്പോടെ മാത്രമേ കേട്ടിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതും പ്രബുദ്ധരെന്നും പുരോഗമനവാദികളെന്നും അഭിമാനത്തോടെ സ്വയം അവകാശപ്പെടുന്ന കേരളത്തിലാണ് ഈ സംഭവം നടന്നത്. അമ്പരപ്പും ദുഃഖവും ഉണ്ടാക്കുന്ന കാര്യമാണിത്. നമ്മൾ സ്വയം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന സംഭവം. നർത്തകി കലാമണ്ഡലം സത്യഭാമ ഒരു ഓൺലൈൻ ചാനൽ അഭിമുഖത്തിലാണ് അപകീർത്തികരവും വർണ്ണവെറിയും നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിയത്. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. പരാമർശത്തിനെതിരെ അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ RLV രാമകൃഷ്ണൻ രംഗത്ത് വന്നു. സത്യഭാമ നേരത്തെയും തന്നെ ആക്ഷേപിച്ചിട്ടുണ്ടെന്ന് രാമകൃഷ്ണൻ പറയുന്നു. താൻ മോഹിനിയാട്ട രംഗത്ത് തുടരുന്നതിൽ അവർക്ക് ഒട്ടും താല്പര്യമില്ലെന്നും അദ്ദേഹം പറയുന്നു. ഇതുപോലെ ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. മോഹിനിയാണ് നൃത്തം ചെയ്യേണ്ടത്, മോഹനൻ അല്ല എന്നാണ് അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത്. മോഹിനിയാട്ടം ആടുന്നവർ മോഹിനിയായിരിക്കണം. ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം. എല്ലാം കൊണ്ടും കാലകത്തി വെച്ച് കളിക്കേണ്ട കലാരൂപമാണ് മോഹിനിയാട്ടം. ഒരു പുരുഷൻ കാലും കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുന്ന അത്രയും അരോചകമായിട്ട് ഒന്നുമില്ല. എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടമൊക്കെ ആൺപിള്ളേർ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യമുണ്ടാകണം. ആൺപിള്ളേരിലും നല്ല സൗന്ദര്യമുള്ളവരുണ്ട്. ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കുകയില്ല എന്നാണ് കലാമണ്ഡലം സത്യഭാമ പറഞ്ഞത്. പരാമർശങ്ങൾ വിവാദമായപ്പോഴും വ്യാപക പ്രതിഷേധമുയർന്നപ്പോഴും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ. കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യമില്ലെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. തന്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടും അഭിപ്രായവുമാണ് പറഞ്ഞത്. മോഹിനിയാട്ടം സൗന്ദര്യമുള്ളവർക്ക് മാത്രമാണെന്നും സൗന്ദര്യമില്ലാത്തവർ ഈ കലയിലേക്ക് വരേണ്ടെന്നും സത്യഭാമ പറയുന്നു. പ്രിയപ്പെട്ട സത്യഭാമേ, നിറം കറുപ്പായതുകൊണ്ട് അവൻ അവന്റെ നിറമുള്ള പണിക്ക് മാത്രം പോയാൽ മതി എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്താണ് കറുത്തവന് മാത്രമുള്ള പണി? അപ്പോൾ നിറമല്ല നിങ്ങളുടെ പ്രശ്നം. മനസ്സിന്റെ ഉള്ളിൽ അടിഞ്ഞുകൂടിയ ജാതി എന്ന വിഷമാണ്. അത് പുറത്തേക്ക് ചീറ്റിയതാണ്. ന്യായീകരണം നിങ്ങൾ എന്തു പറഞ്ഞാലും കേരള സമൂഹം അത് പുച്ഛത്തോടെ മാത്രമേ തള്ളിക്കളയുകയുള്ളൂ. നിറം കറുപ്പായതിന്റെ പേരിൽ കലാപ്രതിഭകൾ മാറ്റി നിർത്തപ്പെടുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിറത്തിന്റെയും ജാതിയുടെയും പേരിൽ നാടുവിടേണ്ടി വന്ന പെൺകുട്ടിയുടെ കഥയും നമുക്ക് മുന്നിലുള്ളതാണ്. മലയാള സിനിമയിലെ ആദ്യ നായികയുടെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം നമുക്കറിയാം. PK റോസിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നത് സ്വന്തം നാടാണ്. പിന്നീട് അവർ എവിടെയോ മറഞ്ഞു. അതിനിടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവത്തിന് RLV രാമകൃഷ്ണനെ ക്ഷണിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. പ്രതിഫലം നൽകിയാണ് പരിപാടിക്ക് വിളിക്കുന്നത്. വിവാഹത്തിൽ കക്ഷി ചേരാനില്ലെന്നും അദ്ദേഹം അറിയിച്ചു. വേദി നൽകാമെന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് രാമകൃഷ്ണൻ തന്റെ നന്ദിയും അറിയിച്ചു. സത്യഭാമയുടെ പരാമർശത്തിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. പ്രിയപ്പെട്ട അനിയ, പുഴുക്കുത്തു പിടിച്ച മനസ്സുകളുള്ളവർ എന്തും പറയട്ടെ. നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തി എഴുതിയ പ്രതിഭാധനൻ ആയ കലാകാരനാണ് എന്നാണ് മന്ത്രി ബിന്ദു ഫേസ്ബുക്കിൽ കുറിച്ചത്. കറുപ്പ് താൻ എനക്ക് പിടിച്ച കളർ എന്നായിരുന്നു മന്ത്രി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത്. മോളെ സത്യഭാമേ, ഞങ്ങൾക്ക് നീ പറഞ്ഞ കാക്കയുടെ നിറമുള്ള രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം മതി. രാമകൃഷ്ണനോടും ഒരു അഭ്യർത്ഥന. ഇനി മോഹിനിയാട്ടം കളിക്കുമ്പോൾ ഒരു പ്രതിഷേധം എന്ന നിലയ്ക്ക് മുഖത്തും ശരീരത്തിലും വെള്ള പൂശരുത്. ഭൂമി കുലുങ്ങുമോ എന്ന് നമുക്ക് നോക്കാം എന്നാണ് നടൻ ഹരീഷ് പേരടിയുടെ വാക്കുകൾ. കറുപ്പും വെളുപ്പും കാഴ്ചയുടെ പ്രശ്നമല്ല സത്യഭാമേ, വിവരവും വിവേകവുമാണ് മനുഷ്യർക്ക് വേണ്ടത്. ഇങ്ങനെയായിരുന്നു ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്.